ഹലോ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ പോലെ ഒരു കുഞ്ഞ് കഥ പറയാം. ഓക്കെ, കഥയല്ല, ഇറ്റ്സ് ലൈക്ക് എ സിനാരിയോ. ഐ വോണ്ട് യു ടു ഇമാജിൻ ദ സിനാരിയോ. ദ സിനാരിയോ ഇസ് നമ്മുടെ നാട്ടിലെ ഒരു നഗരം. നഗരം ഇസ് എ സിറ്റി. നഗർ അതാണ് എനിക്ക് വേണ്ടി, ലൈക്ക് ഒരു നെയ്ബർഹുഡ് ബേസിക്കലി. ഓക്കെ, സോ ഒരു ഗാന്ധിനഗറോ ശാന്തിനഗറോ അങ്ങനെ ഏതെങ്കിലും ഒരു നഗർ, അതായത് ഒരു 10-15 വീടുകളുള്ള ഒരു നഗർ. ഓക്കെ, ഒരു സ്ട്രീറ്റ്, ആ ഒരു നഗറിലെ ഒരു സ്ട്രീറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ വളരെ വളരെ പീസ്ഫുൾ ആൻഡ് ലൈക്ക് ഗ്രീൻ, നല്ല കാറ്റും വെളിച്ചവും ഒക്കെയുള്ള നല്ലൊരു നെയ്ബർഹുഡ്. അവിടെ വീടുകളിൽ ആൾക്കാരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ആൻഡ് അവർ തമ്മിൽ നല്ല കോഓപ്പറേഷൻ ഒക്കെ ഉണ്ട്. വെരി പീസ്ഫുൾ, പ്രെറ്റി, വെരി നൈസ്. ഓക്കെ, നൗ ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് യു ടു ഇമാജിൻ. ഏതെങ്കിലും ഒരു നഗർ, ഗാന്ധിയോ ശാന്തിയോ അങ്ങനെ ഏതെങ്കിലും ഒരു നഗർ. നൗ ഒരു ദിവസം ഈ നഗറിൽ രാത്രി 2 മണിയായപ്പം എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വീട്ടിലുള്ള ആ നഗറിലുള്ള എല്ലാ 15 വീടുകളിലും കല്ലേറ്. സൈമൾട്ടേനിയസ്ലി ഒറ്റയടിക്കും ഭയങ്കര കല്ലേറ് എന്ന് പറഞ്ഞാൽ എത്രയോ കുറേ ആൾക്കാരുണ്ട് സ്ട്രീറ്റിൽ. അത്രയും ആൾക്കാരാണ് കല്ലേറുന്നത്. അപ്പോൾ ഇവരാരും വെളിയിൽ വന്നില്ല. കാരണം വെളിയിൽ വന്നാൽ ഇവർക്ക് കല്ലേറ് കൊള്ളും, സീരിയസ് ആവുമല്ലോ. കുറച്ച് ആൾക്കാരുടെയൊക്കെ ദേഹത്തൊക്കെ കൊണ്ടു ഓൾറെഡി. ആൻഡ് ഒബ്വിയസ്ലി ഗ്ലാസ് ഒക്കെ പൊട്ടി, ഈ കല്ല് വന്ന് വീഴുന്ന സ്ഥലം ഫേർണിച്ചർ ആണെങ്കിലും ടി വി ആണെങ്കിലും അപ്ലയൻസസിനൊക്കെ കേടായി. ചെറിയൊരു പ്രശ്നം, എല്ലാവരും പേടിച്ചു പോയി. ഒരു മണിക്കൂർ 2 മണിക്കൂറേ നീണ്ടു നിന്നുള്ളൂ. പിന്നെ അത് കാമായി. അപ്പോഴത്തേക്ക് രാവിലെയായി. എല്ലാവരും ഇറങ്ങി വന്നു. അവർ പേടിച്ചു പോയി, എന്ത് സംഭവിച്ചു പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയും നാളും കാണാത്ത ഒരു സ്ഥലം, ആരാ എവിടുന്നാ എന്താ, അവർക്കൊന്നും വെളിയിൽ കണ്ടുപോലുമില്ല ആൾക്കാരെ. അപ്പൊ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ വിചാരിച്ചു സാരമില്ല പോട്ടെ, ഇനി ഇത് സംഭവിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് വിട്ടു. 1-2 ആഴ്ച കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 3-ാമത്തെ ആഴ്ച പിന്നെ ഇത് തന്നെ. രാത്രി അവർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇത് സംഭവിച്ചു. ഈ പ്രാവശ്യം അവർ ശരിക്കും പേടിച്ചു. കാരണം അവർ വിചാരിച്ചു ഇത് എന്തോ ഒരു പ്രാവശ്യം സംഭവിച്ചു, എന്തോ സംഭവിച്ചു വിട്ടു. പിന്നെയും ഇത് സംഭവിച്ചപ്പം അവർക്ക് ആകെ പേടിയായി. അതെന്താ ഇത് പിന്നെയും ഇത് വരുന്നേ എന്ന്. അപ്പൊ അവരെല്ലാരും 10-15 വീട്ടുകാരെല്ലാരും കൂടെ കൂടിയിരുന്ന് അവർ ഡിസൈഡ് ചെയ്ത് എന്താ ചെയ്യണ്ടേ. അപ്പോ ദ അൾട്ടിമേറ്റ് ഡിസിഷൻ വാസ് അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, എല്ലാ വീടുകളിലെയും വിൻഡോസിന്റെ ഗ്ലാസ് അവർ മാറ്റും. കുറച്ച് സ്ട്രോങ് ഗ്ലാസ് ആക്കും. കല്ലേറ് കിട്ടിയാലും പെട്ടെന്നൊന്നും പൊട്ടാത്ത പോലത്തെ ഗ്ലാസ് ആക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ വീടിന്റെ എല്ലാ വിൻഡോയ്ക്കും നല്ല കേർട്ടൻസും ബ്ലൈൻഡ്സും ഇടും. അതായത് ഭയങ്കര സ്ട്രോങ് കേർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ്, ദാറ്റ് കല്ലേറ് കൊണ്ടാലും കാര്യമായിട്ട് വലിയ തകരാറൊന്നും പറ്റാത്ത പോലെ, അകത്തേക്ക് അറ്റ്ലീസ്റ്റ് കല്ല് വീഴില്ല, അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ അവര് വില പിടിപ്പോ അല്ലെങ്കിൽ പൊട്ടുന്ന തരത്തിലുള്ള ഫേർണിച്ചേഴ്സും അപ്ലയൻസസും ഒന്നും ഈ വിൻഡോസിന്റെ അടുത്ത് വെക്കില്ല. കല്ലേറ് കിട്ടിയാലും പൊട്ടുന്ന സാധനങ്ങളൊന്നും അടുത്ത് കാണില്ല. അങ്ങനെ. പിന്നെ വേറൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കും. സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അവര് കുട്ടികളോടൊക്കെ സൂക്ഷിച്ചിരിക്കാൻ പറയും. കുട്ടികളെ വെറുതെ കളിക്കാൻ വിടില്ല. രാത്രി ആണെങ്കിൽ പോലും അവരോട് പറയും, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വോളിന്റെ ഒക്കെ പുറകിലിരിക്കുക, സോ ദാറ്റ് കല്ലേറ് കൊള്ളുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആവണ്ട എന്ന പോലെ. പിന്നെ ഫൈനലി അവരുടെ ഡിസിഷൻ വാസ് ഓൾസോ വൺ മോർ തിങ്. അവർ രാവിലെ എണീക്കുമ്പോൾ കല്ലേറൊക്കെ കഴിഞ്ഞാണെങ്കിലും എസ്പെഷ്യലി കുട്ടികളോ അല്ലെങ്കിൽ വയസ്സായവരോടൊക്കെ ഭയങ്കര കെയർഫുൾ ആവാൻ പറയും. ചിലപ്പോൾ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിയൊക്കെ നിലത്ത് കിടപ്പുണ്ടായിരിക്കും, കാലെ കൊണ്ട് കയറണ്ട എന്നൊക്കെ വിചാരിച്ചു എല്ലാവരും ബേസിക്കലി ഭയങ്കര വിജിലന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ കുറച്ച് പ്രിക്കോഷൻ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ അവർ ഡിസൈഡ് ചെയ്തു. ഇതൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ ഒരാൾ ഇവിടെ താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു മോൻ, ആ മോൻ പറഞ്ഞു, അല്ല അതൊരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ ഇതിന്. നമ്മൾ ശരി ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടെന്നല്ല, പക്ഷെ എന്നാലും ഒരു ഒരു ഗൂർഖ അല്ലെങ്കിൽ CCTV അല്ലെങ്കിൽ പോലീസ്, ഇതിങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്യാമല്ലോ അല്ലേ. നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഇസ് ഗ്രേറ്റ്, പ്രിക്കോഷൻ ഇസ് ഗ്രേറ്റ്, വെരി യൂസ്ഫുൾ. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വി ക്യാൻ മിനിമൈസ് ദ റിസ്ക്, സോ ഇറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ എന്നാലും വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. കാരണം ഈ കല്ലെറിയാൻ വരുന്നവർ എന്തിനാ കല്ലെറിയാൻ വരുന്നത്, അവരെ സ്റ്റോപ്പ് ചെയ്യണ്ടേ. വി ഷുഡ് എൻഷുർ ദാറ്റ് അവരിനി നെക്സ്റ്റ് ടൈം കല്ലെറിയത്തില്ല അല്ലേ. അപ്പൊ അത് കേട്ടപ്പോൾ അവിടുത്തെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊരു സെൻസിബിൾ ആയ ഒരു ഐഡിയ അല്ല. അവരിനി എന്ന് വരാനായിട്ടാ, അവരിനി വന്നാ വന്നു, നമ്മൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും
നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നു, പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് കഥ, ഗാന്ധിനഗർ അല്ലെങ്കിൽ ശാന്തിനഗറിന്റെ കഥ. ഈ ഒരു സിനാരിയോ കേട്ടപ്പോൾ ഈ സിനാരിയോ, അതായത് ഒരു പ്രോബ്ലം, അവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് ഇത് കേട്ടിട്ടൊരു ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണോ തോന്നുന്നത്? അതായത് അവർ ചെയ്തതാണ് കറക്റ്റ്, അവർ ചെയ്തത് ആണ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ, ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? അത് കേട്ടപ്പം ആ വീട്ടിലെ മോൻ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഈ പറഞ്ഞതൊക്കെ ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ ഇതിലും കൂടുതൽ, ഇതിലും ബെറ്ററായ ഒരു കാര്യം കൂടെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തിരുന്നെങ്കിൽ ആക്ച്വലി ഈ കല്ലേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഇൻ ദ സെൻസ്, കല്ലേറ് കൊള്ളുമ്പോൾ ഓടി രക്ഷപ്പെടുക എന്നല്ല, അല്ല കല്ലേറ് വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടുക എന്നല്ല. വി ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ് ദ പെൽറ്റിങ് ഫ്രം ഹാപ്പനിങ്. നമ്മൾ എന്തിനാണ്, വൈ ആർ വി ട്രൈങ് ടു മാനേജ് ഈ ഒരു പ്രോസസ്, അല്ലെങ്കിൽ യുനോ മാനേജ് സ്റ്റോൺസ് എറിയുമ്പോൾ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ യുനോ why are we putting up all these things in place? Why are we just not stopping the people from throwing it, or at least thinking about it? If it's obviously as not as easy, ഒരു 20-25 ആൾക്കാർ അല്ലെങ്കിൽ ഒരു 50 ആൾക്കാർ വന്നാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ലല്ലോ അത് പറയുന്ന പോലെ ചെയ്യാൻ, അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. പക്ഷെ എന്നാലും why we not thinking കുറച്ചെങ്കിലും ആ ഒരു ആംഗിളിൽ? So this scenario was intended to put that thought in your mind that ഈ ചെയ്യുന്ന പ്രിക്കോഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് തെറ്റല്ല, പക്ഷെ പ്രിക്കോഷൻസ് ആർ നോട്ട് ഇനഫ്. പ്രിക്കോഷൻസ് ആർ യൂസ്ഫുൾ, പ്രിക്കോഷൻസ് ആർ അഗൈൻ നോട്ട് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ. കറക്റ്റ്? സോ ദ ഹോൾ പോയിന്റ് ഇസ്, എൻ്റെ ടോപ്പിക് ഓഫ് ദ ഡേ ഇസ് വിമൻസ് സേഫ്റ്റി. നമ്മൾ വിമൻസ് സേഫ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്നതും നമ്മുടെ സംസാരം തീരുന്നതും പ്രിക്കോഷൻസിലാണ്. പെണ്ണുങ്ങൾ എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എങ്ങനെ പോകണം, എവിടെ പോകണം, എന്തിടണം, ഏത് സമയത്ത് തിരിച്ചു കയറണം, ആരുടെ കൂടെ പോകണം, എല്ലാം. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോട്ട് ടു ബാഡ്. പക്ഷേ പ്രിക്കോഷൻ ഉള്ളത് കൊണ്ടോ പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ടോ ആ പ്രിക്കോഷൻ എടുക്കുന്ന ആളുടെ പേരിലല്ല റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പൊതുവെ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ അഡ്വൈസ് ആണ്, യൂസ്ഫുൾ. പക്ഷേ പ്രാക്ടിക്കൽ അഡ്വൈസും മോറൽ റെസ്പോൺസിബിലിറ്റി രണ്ടാണ്. ഇൻ ദ സെൻസ്, ഒബ്വിയസ്ലി രാത്രി ഒറ്റയ്ക്ക് നടക്കാതിരുന്നാൽ റിസ്ക് കുറയും. ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ട്രൂ. പക്ഷേ അത് മാത്രമല്ല, ആ രാത്രിയിൽ ഒരു പെൺകുട്ടി നടക്കല്ല എന്നുള്ള ഒരു കാര്യത്തിന്റെ ഒരു വലിയൊരു ബേർഡൻ ഉണ്ട്, ഒരു ബേർഡൻ ടു അഡാപ്റ്റ് ടു ദാറ്റ് കണ്ടീഷൻ. അതായത് നടക്കരുത് എന്നുള്ള കണ്ടീഷനോട് അഡാപ്റ്റ് ചെയ്യേണ്ട ബേർഡൻ പെൺകുട്ടിക്കാണ്. അതൊരു വലിയൊരു ബേർഡൻ ആണ്. അതായത് ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഫ്രീലി. അതായത് സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, അല്ലെങ്കിൽ വെറുതെ കറങ്ങി നടക്കുക, ഇതൊന്നും നമുക്ക് പറ്റില്ല. വൈ? ബിക്കോസ് വി ഹാവ് ടു അഡാപ്റ്റ് ടു ദ സർട്ടൻ കണ്ടീഷൻസ് ഓർ സർട്ടൻ പ്രിക്കോഷൻസ്. അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. വൈ? ബിക്കോസ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഇതൊരു ബേർഡൻ തന്നെയാണ്. ആൻഡ് ദ ഫണ്ണി പാർട്ട് ഇസ്, ഈ ഒരു ബേർഡൻ മാത്രമല്ല ഉള്ളത്, ദർ ആർ 2 burdens, 1 more burden. അതായത് സൈമൾട്ടേനിയസ്ലി 2 burdens ആണ് ഒരു പെൺകുട്ടിക്കുള്ളത്. ദ ഫസ്റ്റ് ബേർഡൻ ഇസ് ദിസ് ബേർഡൻ ഓഫ് വിജിലൻസ്. നമ്മൾ എപ്പോഴും റിസ്ക് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ, അറ്റ്ലീസ്റ്റ് കുറച്ച് പെൺകുട്ടികൾക്ക് ഇത് മനസ്സിലാവും, നമ്മൾ ഇടയ്ക്ക് നോക്കും, ഈ ബസ്സിൽ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് നമുക്ക് നോക്കും. അല്ലെങ്കിൽ ഒരാള് കുറച്ച് അടുത്ത് വരികയാണെങ്കിൽ അയാള് ദുരുദ്ദേശം കൊണ്ട് അടുത്ത് വരുന്നതാണോ, അതോ അത് അയാളുടെ വഴിക്ക് പോകാൻ വേണ്ടി അടുത്ത് വരുന്നതാണോ, എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഓക്കെയാണോ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാറ്റ് വരുമ്പോൾ പൊങ്ങിപ്പോകുന്നുണ്ടോ, ലിറ്ററലി ഞാൻ ലേറ്റ് ആവുന്നുണ്ടോ, ലേറ്റ് ആയ എനിക്ക് സേഫ് ആയിട്ടൊരു വണ്ടി കിട്ടുമോ, 24 മണിക്കൂറും മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, പറ്റുമോ, ഇത് തന്നെ പരിപാടി. ഇതൊരു ബേർഡൻ ആണ്. ഇതൊന്ന് എന്താ ഫണ്ണി പാർട്ട് ഇസ്, ഇതൊരു ഡേ ടു ഡേ പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് തീരില്ല. ഒരു ബാഡ് കാര്യം സംഭവിക്കുന്ന വരേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആ ബാഡ് കാര്യം സംഭവിച്ചാൽ ഈ ബേർഡൻ കൂടും.
നമുക്ക് പേടി കൂടും. പക്ഷെ ഇത് എപ്പോഴും ഈ ഒരു പേടിയാണ് നമ്മുടെ മനസ്സിൽ. വി ആർ ഓൾവേസ് ആസ്ക്ഡ് ടു ബി വിജിലന്റ് ഫസ്റ്റ്. അപ്പോൾ അതൊരു ബേർഡൻ. പക്ഷേ ഈ ഒരു ബേർഡൻ മാറ്റി വെച്ചാൽ തന്നെ നെക്സ്റ്റ് ബേർഡൻ ഇസ് എന്തെങ്കിലും ഒരു ബാഡ് കാര്യം സംഭവിച്ചു, ഒരു സംതിങ് അൺഫോർച്ചുനേറ്റ് ഹാപ്പൻഡ്. നൗ ഇത് സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ കം. ആ പെങ്കൊച്ച് ആ സമയത്ത് അവിടെ എന്ത് ചെയ്യായിരുന്നു, എന്താ ഇട്ടിരുന്നത്, ആരുടെ കൂടെ ആയിരുന്നു, എന്തിനു പോയതായിരുന്നു? ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് ഇഫ് നമുക്ക് അവർ നേരത്തെ തന്ന ബേർഡൻ ഉണ്ടല്ലോ, വിജിലന്റ് ആയിട്ട് ഇരിക്കുക, അത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചേ എന്ന പോലെ. സോ ഇത് രണ്ട് ബേർഡൻ വി ആർ ഓൾവേസ് ആസ്ക്ഡ് ടു ക്യാരി, ആൻഡ് ദാറ്റ് ഈസ് എ വെരി cumbersome and tiresome task. It's a labor that we are doing at all points of time. നമുക്കൊരു പുതിയ ജോലി കിട്ടുമ്പോൾ തന്നെ ആ ജോലിയിലേക്ക് എങ്ങനെയാ പോകാൻ വരിക, ജോലിയുടെ സമയം എങ്ങനെ, ഓഫീസിലെ ജെൻഡർ റേഷ്യോ എങ്ങനെയുണ്ട്, ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ, കുറേ അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. ആൻഡ് ആ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇസ് ഫോർ our safety. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. സോ ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്ന് വെച്ചാൽ, ഐ ഹാപ്പൻ ടു സീ എ റീൽ. ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഡോക്ടറായ മനോജ് ജോൺസന്റെ ഒരു റീൽ കാണാൻ സാധിച്ചു. അപ്പം അതിൽ പുള്ളി പറയുന്നത്, ആ റീല് കണ്ടിട്ടില്ലെങ്കിൽ നല്ല കാര്യം, കാണാതിരിക്കൂ. പക്ഷെ എന്നാലും അതിനകത്ത് അയാൾ പറയുന്ന കാര്യം, ഈ ബസ്സിലൊക്കെ പെൺകുട്ടികളെ ആരെങ്കിലും കയറി പിടിച്ചു, അങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് ഒക്കെ സംഭവിക്കല്ലോ, അതൊക്കെ ആ പിടിക്കുന്ന ആളുടെ നിസ്സഹായ അവസ്ഥ കാരണം നടക്കുന്നതാണ്. അതായത് വേറൊരു പേഴ്സന്റെ പ്രൈവറ്റ് സ്പേസിൽ കയറി അയാളെ വയലേറ്റ് ചെയ്യുന്നത്, അതായത് വെറുതെ ഇരിക്കുന്ന ഒരാളെ വയലേറ്റ് ചെയ്യുന്നത് ആ വയലേറ്റ് ചെയ്യുന്ന ആളുടെ, അതായത് ആ ഒഫൻഡറിന്റെ നിസ്സഹായ അവസ്ഥ കാരണമാണെന്ന് അയാൾ പറയാൻ തോന്നുന്നു. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇസ്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങ് സഹിക്കണം. നമ്മളത് ഷൂട്ട് ചെയ്യുക, അയാളെ നാണം കെടുത്തുക, അയാളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയും കുട്ടികളെ പറ്റി ആലോചിക്കാതിരിക്കുക, അതൊക്കെ വളരെ വളരെ ദോഷമായ കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളങ്ങ് സഹിക്കണം. എന്താ? ബിക്കോസ് അയാൾ നിസ്സഹായ അവസ്ഥ കൊണ്ട് ചെയ്തതാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ അനാവശ്യ കുറെ വേറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ കടക്കുന്നില്ല. ബട്ട് ദ പോയിന്റ് ഇസ്, അത് കേട്ടപ്പോൾ എനിക്ക് വന്ന കലി. ഫസ്റ്റ് കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, ഇയാൾ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഫസ്റ്റ്. സെക്കൻഡ്, ഇയാൾ എന്ത് പ്രിവിലേജ്ഡ് ആണ്. ഒബ്വിയസ്ലി ആണായതിൻ്റെ പ്രിവിലേജ്, യുനോ, ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പം ആരും അയാളെ തൊടാത്തതും പിടിക്കാത്തതേയും അയാൾ അനുഭവിക്കുന്ന ആ പ്രിവിലേജ്. സെക്കൻഡ്, മേ ബി അയാളുടെ ഫാമിലിയിലെ പെണ്ണുങ്ങളൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവില്ല. ആ ഒരു പ്രിവിലേജ് ആസ് സച്ച് ആണെന്ന പ്രിവിലേജ് മാത്രമല്ല, സോഷ്യൽ ക്ലാസിൻ്റെയും കൂടെ ഒരു പ്രിവിലേജ്. ബിക്കോസ് ഐ തിങ്ക്, ഹാവൻ യു ഹേർഡ്, ലൈക്ക് ഈ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, കയ്യിലിങ്ങനെ സേഫ്റ്റി പിൻ വെച്ചിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് പണ്ട്. കാരണം ആരെങ്കിലും തൊടാനോ പിടിക്കാനോ വരുവാണെങ്കിൽ സേഫ്റ്റി പിൻ വെച്ച് ഒരു കുത്തു കൊടുക്കും. അപ്പം ഇങ്ങനെ കാഷ്വലായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വി ജസ്റ്റ് വോണ്ട് ടു ട്രാവൽ. നമുക്കൊരു സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. പക്ഷെ നമ്മളെ അത് മനസ്സുമാത്രത്തിന് ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പേരൻ്റ് നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. മാത്രമല്ല ഇങ്ങനെ നിസ്സഹായത ഉള്ള കുറെ ആൾക്കാർ വേറെ കാണും. അപ്പം എനിക്ക് പറഞ്ഞു തന്നത്, ഒരു വൃത്തികെട്ട മനുഷ്യൻ. സെക്കൻഡ്, എക്സ്ട്രീംലി പ്രിവിലേജ്ഡ് പേഴ്സൺ. തേർഡ്, ഐ ഡോണ്ട് തിങ്ക് ഹി ഷുഡ് പ്രാക്ടീസ് മെഡിസിൻ. ഒബ്വിയസ്ലി അയാൾ MBBS ഡോക്ടർ അല്ല, പക്ഷെ ഓൾട്ടർനേറ്റീവ് എന്തോ മെഡിസിൻ ആണല്ലോ അയാൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇതുപോലെ മെഡിക്കൽ സയൻസിനെ ലീൻ ഓൺ ചെയ്തിട്ട് ഇതുപോലെ വൃത്തികെട്ട കാര്യങ്ങൾ, നോട്ട് അറ്റ് ഓൾ സയന്റിഫിക്കലി ബാക്ക്ഡ് ആയ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആൻഡ് ഫോർ വാട്ട്? അയാൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ. ഇപ്പം അയാൾ പറയാ, ഇപ്പം അയാളുടെ വേറെ റീൽസ് ഞാൻ കണ്ടതിൽ അയാൾ പറയും, പാല് കൊള്ളില്ല, ഗ്ലൂട്ടൻ കൊള്ളില്ല, എന്തെങ്കിലും ആട്ടെ. എന്താ അപ്പം അയാൾക്ക് ബിസിനസ് കിട്ടുന്നെങ്കിലും പറയാം. അയാളുടെ അവിടെ പോയി നമ്മൾ കൺസൾട്ടേഷൻ എടുത്തു, അയാൾ തരുന്ന മെഡിസിൻസോ സപ്ലിമെന്റ്സോ ഒക്കെ കഴിക്കുന്നു, അപ്പം അയാൾക്ക് ബിസിനസ്. ഇതുപോലൊരു വൃത്തികെട്ട കാര്യം പറയുന്നതിൽ അയാൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്?
റൈറ്റ്? വൈ ഇസ് ഹി allowed to practice medicine? ബിക്കോസ് ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ അയാളുടെ മനസ്സിലിരിക്കുന്നത്. ആൻഡ് ഹി ലീൻസ് ഓൺ ടു ദ ഫാക്ട് ദാറ്റ് ഹീസ് എ ഡോക്ടർ. അയാൾ പറയാം ന്യൂറോൺസ് മിസ്ഫയർ ചെയ്തെന്നോ എന്തോ എന്തോ ഒരു വൃത്തികേട് അയാൾ പറയുന്നുണ്ട്. ഇഫ് ഹി സേസ് എന്റെ വീട്ടിലൊക്കെ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചേ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പൊതുവെ വെളിയിൽ ഇറങ്ങുമ്പം പെണ്ണുങ്ങളെ കണ്ടാൽ പിടിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പം അമ്മ അടിക്കും, പിടിച്ചാലേ വീട്ടിൽ കയറ്റു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ, അത് അയാളുടെ വീട്ടിലെ പ്രശ്നം, അല്ലാതെ മറ്റേ അയാൾ കുടുംബമായിട്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ആൾക്കാരാ, അല്ലാതെ മെഡിസിനെ നമ്മൾ പറയില്ല. ഇത് അയാൾ മെഡിക്കൽ സയൻസും കയറ്റി ഇതിനകത്ത്, എന്നിട്ട് പറയും ഇതൊക്കെ നോർമലാന്ന്. ഹൗ പത്തറ്റിക്, റൈറ്റ്? ഇത് കാണാൻ കുറെ ആൾക്കാർ, ഐ മീൻ ഇത് കാണാൻ കുറെ ആൾക്കാരൊന്നും അല്ല, ദാറ്റ്സ് എ സാഡ് പാർട്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് കാണാൻ കുറെ ആൾക്കാരും ഇത്രയും ആധികാരികതയോടെ ഇതാ ഇങ്ങനെ മെഡിക്കൽ ആ ന്യൂറോൺ ആ സയൻസ് ആ എൻഡോക്രൈൻ ഹോർമോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കറിയില്ല കുറെ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ. ബട്ട് where do we draw the line? Why are we allowing people like why is there no, you know, I think like it's just infuriating. Like ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യണമല്ലോ, ഇതുപോലുള്ള ആൾക്കാരെ കാണണമല്ലോ, നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ദേഷ്യം. ഓക്കെ, സോ അയാൾ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ്, ആണുങ്ങൾ നിസ്സഹായ അവസ്ഥയിലാണെന്ന്. അതായത് ഒരു വയലേറ്റർ വേറൊരാളെ വയലേറ്റ് ചെയ്യുമ്പോൾ അയാൾ നിസ്സഹായ അവസ്ഥയിലാണെന്ന്. ആ വയലേറ്റ് ചെയ്യപ്പെടുന്ന ആള്, ആ പെൺകുട്ടി, അവർക്ക് ഒരു നിസ്സഹായതയില്ല, അവര് ലൈക്ക് ചില്ലേ എന്നാണോ അയാൾ ഉദ്ദേശിക്കുന്നത്? മണ്ടനാണോ ഇയാള്? ആൻഡ് ഓൾസോ ലെറ്റ്സ് ജസ്റ്റ് ബ്രേക്ക് ദിസ് ഡൗൺ. അതായത് പെട്ടെന്ന് ടെമ്പററിലി അവരുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ആണുങ്ങൾക്ക് നഷ്ടപ്പെടുക എന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ, വൈ വി ലെറ്റിംഗ് ദം വാക്ക് ഫ്രീ? ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കും ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് യു ഷുഡ് ഗെറ്റ് യുവർ സെൽഫ് അഡ്മിറ്റഡ് ടു എ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ജയിലിലോ എവിടെയെങ്കിലൊക്കെ പോയി അങ്ങ് പൂട്ടിയിടുക, സ്വയം ഇറങ്ങി നടക്കരുത്. ബിക്കോസ് സൊസൈറ്റിക്ക് ഒരു എന്താ ഒരു ഹാമാണ് നിങ്ങൾ ഇറങ്ങി നടക്കുന്നത്. ദ തിങ് ഈസ്, ഒരു 50 വർഷം മുമ്പ് ഒരു മലയാള സിനിമ എടുത്തു നോക്കൂ. ഒരു സിനിമയല്ല, ഏതെങ്കിലും മലയാള സിനിമ. അതിലാരാണ് വക്കീല്, ഡോക്ടർ, ജഡ്ജി, എഞ്ചിനീയർ, ടീച്ചർ, പ്രിൻസിപ്പൽ, ഇതൊക്കെ ആണുങ്ങളാണ്, എല്ലാം ആണുങ്ങളാണ്. വി ബിലീവ് ആണുങ്ങൾ can carry all these roles so well and they can do it and they are doing a good job. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യം വരുമ്പം, അതായത് പെണ്ണുങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മാത്രം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ടെമ്പററിലി. അതാണ് ഇയാൾ പറയുന്നത്. അതായത് 60 വയസ്സെന്നെങ്ങാണ്ട് അയാൾ അതിനകത്ത് പറഞ്ഞെന്നൊരു ഓർമ്മ, 60 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ഐ തിങ്ക് ഇത് കേൾക്കുമ്പം ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരേണ്ടത്. ഇയാളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഇയാളോട് ചോദിക്കണം, ആണുങ്ങൾ ചെന്ന് ഇയാളോട് ചോദിക്കണം, താൻ ഇത് എവിടെ നിന്നാണോ പഠിച്ചേ, താൻ ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇത് പഠിച്ചേ, ദാറ്റ് ഞങ്ങൾക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാറില്ലെന്ന് പറയാൻ താൻ ആരാന്ന്? ബിക്കോസ് ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുള്ളതുകൊണ്ട് എനിക്കും തോന്നിവാസം കാണിക്കാം എന്നൊരു രീതിയിൽ. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പൾസ്, ഇറ്റ് ഈസ് നോട്ട് ആൻ അൺകൺട്രോളബിൾ ആയ ഏർജ്. ഇതൊന്നുമല്ല, ഇറ്റ് ഈസ് വെരി സെലക്റ്റീവ് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്താണ് സെലക്ട് ചെയ്യുന്നതിനുള്ള കാര്യം എന്താ? ഡിറ്റക്ട് ചെയ്യില്ല, ഒരു കാര്യം. രണ്ടാമത്, ഇനി അഥവാ പിടിക്കപ്പെട്ടാലും കോൺസിക്വൻസസ് കുറവായിരിക്കും. മൂന്നാമത്തത്, നമ്മൾ വയലേറ്റ് ചെയ്യുന്ന ആള് കുറെ കൂടെ വൾണറബിൾ ആണോ, ഫോർ എക്സാമ്പിൾ കൊച്ചുകുട്ടിയാണോ, കണ്ട പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരാളാണോ, ഇങ്ങനെയുള്ള സെലക്റ്റീവ് റീസൺസ് എടുക്കുമ്പോഴാണ് നമ്മളല്ല ഈ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വയലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരിക്കലും അൺകൺട്രോളബിൾ ആയ കാര്യമല്ല. ബിക്കോസ് ഇമാജിൻ, ഞാൻ ഒരു പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അപ്പം ഇയാൾ ഈ പറഞ്ഞ നിസ്സഹായ അവസ്ഥയുള്ള ഒരു മനുഷ്യൻ, അസുഖമാണല്ലോ ഇത്, നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട അസുഖം, ഇയാളുടെ ഹോസ്പിറ്റലിൽ അതായിരിക്കും വരിക, ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വരിക. എനിവേ, ആ നിസ്സഹായ അവസ്ഥയുള്ള ആള് അവിടെ വേറെ ഏതോ പരാതി കൊടുക്കാൻ വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, അയാളും അവിടെ നിൽപ്പുണ്ട്, ചുറ്റും കുറെ പോലീസുകാരും വേണമെങ്കിൽ 2 രാഷ്ട്രീയക്കാരും അവരും ഉണ്ട് അവിടെ. അപ്പൊ ഇയാൾക്ക് ആ ഏർജ് വരികയാണെങ്കിൽ
ഇയാൾ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിക്കോ, എന്നെ കയറി പിടിക്കോ, ഇല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു വനിതാ പോലീസിനെ കയറി പിടിക്കോ, ഒരു രാഷ്ട്രീയക്കാരൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെ കയറി പിടിക്കോ? അപ്പൊ എന്തു പറ്റി നിസ്സഹായാവസ്ഥ? അപ്പൊ ഇല്ല നിസ്സഹായാവസ്ഥ. പക്ഷെ ഒരു സ്കൂൾ കുട്ടി, കൊച്ചുകുട്ടി, അലയ്ക്കാനും മിണ്ടാനും ഒന്നും അറിയാത്ത ഒരു കുട്ടി അവിടെ ബസ്സിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ, അല്ലെ ട്രെയിനിൽ തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ നിസ്സഹായാവസ്ഥ. ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാനേ ഇയാൾക്ക് ഇയാൾക്ക് ഈ പെർവേർട്ടഡ് തോട്ട്സ് ആയിട്ട് ഇയാളുടെ മനസ്സിൽ വെച്ചാ പോരെ? ഇയാളത് വന്ന് ഇന്റർവ്യൂവിൽ വന്ന് അത് ഡിഫെൻഡ് ചെയ്ത് ഇയാൾക്ക് എന്താണ് കിട്ടുന്നത് ഇത് ഡിഫെൻഡ് ചെയ്യുന്നതില്? ഓൾസോ ഇയാൾ പറഞ്ഞ മറ്റേ കാര്യം, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ നശിപ്പിക്കരുതെന്ന്. ആര്? എന്നെ വയലേറ്റ് ചെയ്ത ആളുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ഞാൻ വിഷമിക്കണം. അയാൾ ഈ വൃത്തികേട് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ ഫ്യൂച്ചറിനെ പറ്റിയോ അയാളുടെ ജീവിതത്തെ പറ്റിയോ ഒരു ചിന്തയില്ല. അതുകൂടെ ഞാൻ ആലോചിക്കണം. അയ്യോ, ഞാൻ ഷൂട്ട് ചെയ്ത ഈ ചേട്ടന്റെ വീട്ടിലെ ഭാര്യയും കുട്ടികളും. ഹലോ, ഇയാൾക്ക് സീരിയസ്ലി, ഹൗ ആർ വി അലവിങ് സച്ച് പീപ്പിൾ ടു പ്രാക്ടീസ് ഇൻ അവർ പ്ലേസ്? അയാൾക്ക് വൃത്തികേട് കാണിക്കാം, ബിക്കോസ് പിടിക്കപ്പെടില്ല, പിടിക്കപ്പെട്ടാലും കോൺസിക്വൻസസ് അത്രയില്ല എന്നൊക്കെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് അയാൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. പക്ഷെ ഞാനൊന്നും ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് സംഭവിച്ചത്. കുറെ നാൾ മുമ്പ് ഒരു പെൺകുട്ടി ഷൂട്ട് ചെയ്തു. അവർക്ക് നൗ ഐ ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കേസ്, ബട്ട് റിഗാർഡ്ലെസ് അവർ ഷൂട്ട് ചെയ്ത് അവർ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് എന്താ നമ്മുടെ നാട്ടിൽ സംഭവിച്ചെന്നറിയാം? ബസ്സുകളിൽ എഴുതി വെക്കാൻ തുടങ്ങി, പെണ്ണുങ്ങള് ഫേമസ് ആവാൻ നോക്കുന്ന, ഇൻഫ്ലുവൻസർ ആവാൻ നോക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ ബസ്സിൽ പ്രവേശനമില്ല. പിന്നെ ആണുങ്ങള് ദേഹം മൊത്തം ക്യാമറയൊക്കെ ആയിട്ട് ബസ്സിൽ നിൽക്കാൻ തുടങ്ങി. ആൻഡ് ഐ ആം തിങ്കിങ്, എന്റെ ദൈവമേ, ഇത്രയും പ്രിവിലേജ്ഡ് ആയ കുറെ ജോബ്ലെസ് പീപ്പിൾ. ബിക്കോസ് ഇവർക്കിതൊരു തമാശയാണ്, റൈറ്റ്? ഇതേ ബസ്സിലാണ് എത്രയോ പെണ്ണുങ്ങൾക്ക് ബാഡ് അനുഭവം ഉണ്ടായത്, എന്നിട്ട് അവര് വാ പോലും തുറന്നു കാണില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നേണ്ട ദേഷ്യമാണ് നിങ്ങൾ ഇപ്പോ എന്തിനോ വേണ്ടി ഇപ്പൊ കടന്ന് കാണിച്ചത്. Now obviously ആ one instance, maybe it was a false accusation, maybe the guy did violate her. That is not even the point. The point is the kind of misogyny that comes across. ഈ പെണ്ണുങ്ങൾ ഒരു വർഗമേ ശരിയല്ല എന്ന് പറയുന്നതാണ്. യുനോ, ഈ ഫെമിനിസ്റ്റുകളെ കുറ്റം പറയുന്ന ആൾക്കാര് ഇവര് പറയുന്നതാണ് ഈ പെണ്ണുങ്ങളെ, ഫെമിനിസ്റ്റുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് എന്തൊരു വൃത്തികെട്ട type of ആൾക്കാര്. I think you should thank feminists. Feminists are the people who believe, no, ആണുങ്ങൾ are so much better than that. ആണുങ്ങൾ are competent people. ആണുങ്ങൾ are just normal human beings. അവർക്ക് അവരുടെ ഏർജൻസ് വരുമ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഫെമിനിസ്റ്റ്. അല്ലാതെ ഈ ഡോക്ടർ പറയണ പോലെ വൃത്തികേട് പറയുന്ന ആൾക്കാരല്ല ഫെമിനിസ്റ്റ്. ആൻഡ് ഓൾസോ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഈ ഫെമിനിസ്റ്റുകളെ ഇഷ്ടപ്പെടാത്ത ഈ ആണുങ്ങളുടെ ഇതെന്താ? പെണ്ണായ ഇങ്ങനെ നടക്കണം, പെണ്ണെങ്ങനെങ്കിലും നടന്നോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദാറ്റ്സ് എ തിങ്. വാട്ട് ടു ഒന്ന് ആലോചിച്ച് നോക്ക്. പെണ്ണുങ്ങൾക്ക് എന്താ വേണ്ടേ? അവരുടെ ലൈഫ് അവരുടെ ടേംസിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് നടക്കുക, അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ വീട്ടിൽ വരിക. ഇതൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയ. ആണുങ്ങൾക്ക് എന്താ വേണ്ടിയേ? പെണ്ണുങ്ങള് മറ്റേ ജെൻഡർ or all the other genders except male, all the people should walk according to the way ആണുങ്ങൾ want them to walk. How do you grow up with that sense of entitlement? Like ആണുങ്ങൾ ഇങ്ങനെയല്ല പറയാ, ആണുങ്ങൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് യുനോ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണം, എനിക്കും ഇത് ചെയ്യണം, അതൊന്നുമല്ല. പെണ്ണായ ഇങ്ങനെ ചെയ്യണം, കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം. അയ്യോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ. നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണോ? നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക, നിങ്ങൾ അതൊക്കെ ഫൈൻ. യു ഡു യുവർ തിങ്, പെണ്ണുങ്ങൾ വിൽ ഡു ദെയർ തിങ്, ഇറ്റ്സ് ഫൈൻ. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു മെയിൽ ലോൺലിനെസ് എപ്പിഡമിക് കയറി വരും. വൈ? ബിക്കോസ് പെണ്ണുങ്ങൾ ആർ മൈൻഡിങ് ദെയർ ഓൺ ബിസിനസ്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം പെണ്ണുങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യും. പെണ്ണുങ്ങൾക്കും the people who are straight, they want male companions.
people who are straight, people who want a partner, they want companions. പക്ഷെ so try a little bit working on yourself. എൻ്റെ വേൾഡ് വ്യൂ കൊള്ളാമോ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കുന്നതിന് പകരം ഈ പെണ്ണുങ്ങളൊന്നും ശരിയല്ല. ആൻഡ് വൈ ഇസ് ദാറ്റ്? ബിക്കോസ് ഇപ്പൊ പെണ്ണുങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങി, ഒരാണിന്റെ ഇതില്ല, ആണിന്റെ നീഡില്ല ടു ഏൺ ദെയർ ഓൺ ലിവിങ്. ഇറ്റ് ഈസ് സോ സാഡനിങ്, to think of people like this. Now, also one more topic, ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. രണ്ട് ടൈപ്പ് ഓഫ് mentally ill people ഞാൻ പറ്റി പറയാം. ടൈപ്പ് ഓഫ് mental illnesses, all these people who commit crimes repeatedly, സീരിയൽ കില്ലേഴ്സ്, സീരിയൽ റേപ്പിസ്റ്റ്, അങ്ങനെ കുറെ ആൾക്കാർ. അപ്പോൾ ഈ സീരിയൽ കില്ലേഴ്സിനൊക്കെ കാണുമ്പോൾ അയ്യോ പാവം രോഗി, സാരമില്ല പൊക്കോ, ഇനി ചെയ്യല്ലേ, ഇനി ആരെയും കൊല്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിടുവോ? ഇല്ല, നമ്മൾ പൂട്ടിയിടും, ജയിലിലിടും, മെന്റൽ ഹോസ്പിറ്റലിടും, എവിടെയെങ്കിലും പൂട്ടിയിടണം. കാരണം ദേ ആർ എ മെനസ് ടു സൊസൈറ്റി, നമ്മൾ പൂട്ടിയിടണം. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് തിങ്. അപ്പൊ അയാൾ പറയുന്നത്, ഈ മനോജ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് ഇതുപോലുള്ള ആൾക്കാരെ അല്ല കേട്ടോ, അത് എന്തോ വലിയ സീരിയസ്, ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സെക്കൻഡ്, ഇത് പറഞ്ഞ് അയാൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. That is one type of people we hear about. Another type of, I don't know whether you've heard about it. It is called harm OCD. അല്ലെങ്കിൽ intrusive thoughts OCD. Basically, ഒരു വളരെ വയലന്റ് ആൻഡ് വളരെ റോങ് ആയ തോട്ട് ഒരാളുടെ മനസ്സിൽ വരും. മീൻസ് ദേ ആർ അഫ്രെയ്ഡ്. അവരൊരിക്കലും അങ്ങനത്തെ ഒരാളല്ല. സ്വന്തം ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ സ്വന്തം അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും അയാൾ ജന്മേത ഹാം ചെയ്യില്ല. പക്ഷെ അയാൾ ഹാം ചെയ്ത് പോകുമോ എന്ന് അയാൾക്ക് ഇൻട്രൂസീവ് തോട്ട്സ് വരെയാണ്. ഇൻട്രൂസീവ് തോട്ട്സ് ആർ നോട്ട് ലൈക്ക്, ഫോർ എക്സാമ്പിൾ, ഞാൻ ഡയറ്റ് ചെയ്യാം, അപ്പൊ എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം, എനിക്ക് ഒത്തിരി ഇഷ്ടം ഐസ്ക്രീം കഴിക്കാൻ. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഐസ്ക്രീം വെച്ചു, അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഇൻട്രൂസീവ് തോട്ട് ഐസ്ക്രീം കഴിക്കണം, അതല്ല ഇൻട്രൂസീവ് തോട്ട്. ഇൻട്രൂസീവ് തോട്ട് അവിടെ പോയിസൺ ഇരിക്കുന്നു, ആ പോയിസൺ കഴിച്ചാൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ തോട്ട് വരികയാണ്, അത് ഞാൻ കഴിക്കുന്നു, ഞാൻ മരിക്കും, അതാണ് ഇൻട്രൂസീവ് തോട്ട്. യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, യു ആർ നോട്ട് ദാറ്റ് പേഴ്സൺ, യു ഡോണ്ട് വാണ്ട് ടു ഹാം എനി വൺ. നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ ഹാം ചെയ്യുമെന്ന്, അതാണ് ഇൻട്രൂസീവ് തോട്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ OCD നമ്മൾ തെറ്റി, നമ്മൾ പറയുന്ന OCD അല്ല ശരിക്കുള്ള OCD. സെക്കൻഡ്, ഈ ഹാം OCD വരുമ്പം അങ്ങനെയുള്ള ആൾക്കാർ who are afraid they might hurt someone, അവരെത്ര സ്റ്റെപ്സ് എടുക്കുമെന്നറിയോ മെന്റലി? അവർക്ക് അവരുടെ ലൈഫ് എന്താ ലിവിങ് ഹെല്ലാന്നറിയോ? ടു എൻഷുർ ദാറ്റ് അവരാരെയും ഹേർട്ട് ചെയ്യില്ല. ദേ വിൽ ജസ്റ്റ് ഇത്ര പ്രിക്കോഷൻസ് എടുക്കും അവര്, ദാറ്റ് അവരറിയാതെ പോലും ആരും ഹേർട്ട് ചെയ്യില്ല. അവർക്ക് റൂട്ടീൻസ് ഉണ്ടാക്കും. ആൻഡ് ഐ എം ജസ്റ്റ് തിങ്കിങ്, അങ്ങനെയുണ്ട് ആൾക്കാർ ഹു ആർ ലൈക്ക് ലിവിങ്, അവർക്ക് പേടിയാണ് അവരറിയാതെ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് പോകുമോ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യര്. പിന്നെ ഈ മനുഷ്യൻ, ഇതൊക്കെ നിസ്സഹായ അവസ്ഥ, വെറുതെ ഞാൻ കയറി പിടിക്കും, ഒന്നും തോന്നരുതേ. മൈ ഗോഡ്, നോൺസെൻസ്, അബ്സല്യൂട്ട് നോൺസെൻസ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഒരു വളരെ ചെറിയ ടോപ്പിക്കാണ്. മൈ ഹോൾ പോയിന്റ് ഇസ്, ദ ഫസ്റ്റ് തിങ് ഇസ്, the first takeaway I want you to have from this video is that as such പെണ്ണുങ്ങൾക്ക് ഒരു വലിയ ബേർഡൻ ഉണ്ട്, the vigilance burden, which is that എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം. ഐ തിങ്ക് 2021 ഒരു സർവേ UN വിമൻ UK നടത്തിയൊരു സർവേയിൽ, എനിക്ക് തോന്നുന്നു 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഇടയിൽ നടത്തിയൊരു സർവേയിൽ 97% ഓഫ് വിമൻ റിപ്പോർട്ടഡ് ദാറ്റ് അവര് സം ഫോം ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. 97, അതായത് 100 പെണ്ണുങ്ങൾ എടുത്ത 3 പെണ്ണുങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അവർക്കൊന്നും അവരുടെ അഗെയിൻസ്റ്റ് ഒന്നും നടന്നിട്ടില്ല എന്ന്. That is pathetic. And now that is about UK. പക്ഷേ that if you repeat the study in any continent or country, chances are you would have very shocking results, very similar and shocking results. അപ്പോൾ നമ്മൾ ഒരു നിങ്ങളുടെ ലൈഫിലുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കും, വെറുതെ കാഷ്വലി ചോദിച്ചു നോക്കും, നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ എന്താ ചെയ്യുന്നത്. ദാറ്റ്സ് വെരി സാഡ്. ഓക്കെ, ബിക്കോസ് ദ അതർ ഡേ ഐ വാസ് ടെല്ലിങ് സംവൺ, ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ വണ്ടി പോകുമ്പോൾ ഇരുട്ടാവുമല്ലോ, പകലാണെങ്കിലും പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ. അപ്പൊ ഇരുട്ടാവുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു ഓട്ടോയിലാണെങ്കിലും കാറിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഒരു
ഒരു 5-10 സെക്കൻഡ്സേക്ക് ഐ എം വെരി കെയർഫുൾ. ദാറ്റ്സ് ആ ഇരുട്ട് ആ ഒരു 10 സെക്കൻഡത്തേക്ക് ഇരുട്ട് വരുമ്പോൾ എനിക്ക് പേടിയാ ആ ഇരുട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ആൻഡ് ഐ യൂസ് ടു തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് me being a paranoid person. Apparently that's a very common thing other people also feel. There are other women who have said the same thing to me. And നമ്മൾ രണ്ടുപേരും പറയും, നമ്മൾക്ക് ഒരു കോമൺ കാര്യമാണ് ഓട്ടോ ആണ് സേഫർ ബിക്കോസ് എടുത്ത് ചാടാമെന്ന്. ആൻഡ് ദാറ്റ് ഈസ് സോ സാഡ്. ഓട്ടോ ആണ് സേഫ് ബിക്കോസ് എടുത്ത് ചാടാം. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ പോകുന്ന സമയം നമ്മൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യും. ഇപ്പൊ ഊബറിലൊക്കെ ആണെങ്കിൽ തന്നെ SOS ബട്ടൺ ഒരു പ്രസ് ചെയ്യാന്ന് ബട്ടൺ ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. കാരണം ഐ ഹവ് സീൻ റീൽസ് വെച്ചാൽ അത് വർക്ക് ചെയ്യില്ല. ഒരു ഡ്രൈവർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അത് പ്രസ് ചെയ്ത് കാണിക്കുക ഇത് വർക്കൊന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ പോകുമ്പം ആൾക്കാരെ കൂട്ടി പോവുക. ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും സേഫ് ആയിട്ട് നോക്കുക. നമുക്ക് ചീപ്പസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഐ വുഡ് ലവ് ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പക്ഷെ me being the person I am, എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് it is so much more work to use public transport than paying extra and taking private transport. Because private ആണെങ്കിൽ പൈസ കൂടുതലാണ്, പക്ഷെ പകുതി എൻ്റെ പേടി കുറയും. പേടിയല്ല, this vigilance. So the whole point is, I think we should be collectively as women be aware how much labor is going into being vigilant all the time, right? ഒരു ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താം. ഇതാണ് അടുത്ത ഒരു വഴി. ദൂരം കുറവാണ് പക്ഷെ ലൈറ്റ് ഇല്ല. കുറച്ചുകൂടെ മെയിൻ റോഡിൽ കൂടെ ഒരു വഴിയുണ്ട്, ലൈറ്റ് ഉണ്ട്. നമ്മൾ നടന്നാ പോകുന്നെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വിമൻ വിൽ ടേക്ക് ദൂരെ കൂടുതലുള്ള ലൈറ്റ് ഉള്ള വഴി. സോ ദ തിങ് ഈസ് 24 മണിക്കൂറും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ now I am one of the lucky ones. വീടിനകത്ത് I am very safe. There are so many women, so many girls, so many boys who are not safe in their own homes. അവർക്കത് പറയാൻ പോലും അറിയുമെന്ന് എനിക്കറിയില്ല. സോ ദ ഹോൾ പോയിന്റ് ഇസ് 24 മണിക്കൂറും ഇങ്ങനെ വിജിലന്റ് ആയിരിക്കുന്നത് ഒരു എഫേർട്ട് ഇല്ലാത്ത പണിയല്ല. it takes a lot of effort. നമ്മുടെ ഇത്ര കോഗ്നിറ്റീവ് റിസോഴ്സസ് നമ്മൾ പണിക്കോ അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിലോ സ്പെൻഡ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. ഞാൻ ഈയിടെ ഒരു BMTC ബസ്സിൽ ഒരു കൊച്ചു സ്കൂൾ കഴിഞ്ഞ് ഒരു 4 മണി 5 മണി സമയത്ത് ഒരു കൊച്ചു സ്കൂൾ കഴിഞ്ഞ് അവൻ ഏറ്റവും ലാസ്റ്റ് റോയിൽ ഇരിക്കുക. ഒരു 10th 11th ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്. അവൻ അവിടെ ഇരുന്ന് പോപ്കോൺ കഴിക്കുക. അവനിങ്ങനെ എൻജോയ് ചെയ്ത് പുറകിലിരുന്ന് പോപ്കോൺ കഴിക്കുന്നു, വെളിയിലത്തെ കാഴ്ച കാണുന്നു. ബസ് ചെയ്തു ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട് കിടക്കുക. അപ്പൊ എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തോന്നി, അവൻ എന്ത് കെയർ ഫ്രീ ആണ്. അവൻ ഭയങ്കര ചില്ല് ചെയ്ത് പോപ്കോൺ കഴിച്ച് സ്കൂളും കഴിഞ്ഞ് വീട്ടിൽ പോയത് ഫ്രൈഡേ ആണെന്ന് തോന്നി. ഇനി 2 ദിവസത്തേക്ക് സ്കൂളും ഇല്ല. അവൻ എൻജോയ് ചെയ്യാണ്. ആ ഒരു ലക്ഷറി ടു ജസ്റ്റ് ബി കെയർ ഫ്രീ ആൻഡ് ടു ജസ്റ്റ് ലൈക്ക് ടു ബ്രീത്ത്. ബിക്കോസ് നമ്മളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ 1 മണിക്കൂറാണ് ട്രാവൽ. 1 മണിക്കൂർ വെറുതെ ഇരിക്കുക, ഉറങ്ങുക. എത്ര പേർക്ക് ഉറങ്ങാൻ പറ്റും ഒരു വണ്ടിയിൽ കയറിയിട്ട് കെയർഫുള്ളി, ഐ മീൻ ലൈക്ക് കെയർ ഫ്രീ ആയിട്ട്, റൈറ്റ്? സോ ദ ഹോൾ പോയിന്റ് ഇസ്, ആൻഡ് മാത്രമല്ല ഇങ്ങനെ കുറെ ഇതിപ്പോ ഒരു ചെറിയ കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു കോളേജ് കുറച്ച് ദൂരെ ഉണ്ടെങ്കിലും കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതും വരുന്നതും അത്രയും സേഫ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർ വീടിനടുത്തുള്ള അത്രയും നല്ല അല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമായിരിക്കും. ജോലിയാണെങ്കിലും ഇത്. സോ ഐ തിങ്ക് ഇതൊന്നും പേഴ്സണൽ ചോയ്സ് അല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ്. ഓ വേണമെങ്കിൽ പോയി പഠിക്കാമല്ലോ, വേണമെന്ന് വെച്ചാൽ അതും ചെയ്യും എന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പേഴ്സണൽ ചോയ്സ്. കളക്റ്റീവ്ലി ഇത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബിഗർ പിക്ചർ, റൈറ്റ്? നൗ ഞാൻ പറഞ്ഞില്ലേ വിജിലൻസ് ബേർഡൻ, ഇത് ആലോചിക്കും നമ്മൾ എന്താ. ഇതൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നതിന്റെ മുമ്പേ ആണ്. മീനിങ് എവ്രി ഡേ, എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെ നോക്കും. വി ആർ റെസ്പോണ്ടിങ് ടു പോസിബിലിറ്റീസ് ഓഫ് ത്രെറ്റ്. എന്ന് പറഞ്ഞാൽ ത്രെറ്റ് വന്നാൽ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്. So that's the first thing, vigilance labor. Now the second, that is the concept. The second thing what I want to say is, ഈ വിജിലൻസ് ലേബർ പെർഫോം ചെയ്യുന്നത് കൂടുതൽ പെണ്ണുങ്ങളാണ്. ഓർ whoever is the party who is going to experience the harm, അവരാണ് ഇത് പെർഫോം ചെയ്യുന്നത്. പാർട്ടി which is causing the harm, അവർക്ക് ഒരു പ്രശ്നവുമില്ല, അവരാണ് ചില്ല് ചെയ്യുന്നത്, റൈറ്റ്?
ഐ മീൻ അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് സേഫ് ആവണമെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം, നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറയുന്നത് മേക്ക് സെൻസ്. പക്ഷെ ഇറ്റ് ഇസ് ഓൾസോ അബൌട്ട് ഹൗ വി ആസ് എ സൊസൈറ്റി ഡീൽസ് വിത്ത് പ്രോബ്ലംസ്. യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അസോൾട്ടഡ്, ഓക്കെ, 10 റൂൾസ് യു ഹാവ് ടു ഫോളോ. ഓക്കെ, നിങ്ങൾ കോഷ്യസ് ആയിട്ടിരിക്കുക, നിങ്ങൾ വിജിലന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ മറ്റേ പോകുന്ന രീതിയിൽ കെയർഫുൾ ആവുക, ഇടുന്ന ഡ്രസ്സിൽ കെയർഫുൾ ആവുക, ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ചൂസ് ചെയ്യുക കെയർഫുൾ ആവുക, റൈറ്റ്? സോ ആസ് എ സൊസൈറ്റി ഓൾസോ വി ഹാവ് റിസോർട്ടഡ് ടു ദ ഫാക്ട് ദാറ്റ് ഓക്കെ, നിങ്ങൾ തന്നെ കെയർഫുൾ ആയിട്ടിരിക്കുക, അത്രേ പറ്റുള്ളൂ, ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറ്റത്തില്ല, റൈറ്റ്? സോ ദ ഹോൾ പോയിന്റ് ഇസ് വി ആർ ജസ്റ്റ് അവോയ്ഡിങ് ദ ഹാം. ആർക്കെങ്കിലും സംഭവിച്ച കുഴപ്പമില്ല, എനിക്ക് വേണ്ട, ഐ ആം അവോയ്ഡിങ് ഇറ്റ്. We are not preventing the harm from happening. We have to actively prevent the harm from happening, right? Like for example, let's go back to our Kalleru Prashnam in Gandhinagar. Appo obviously ഒരു പോയിന്റ് എത്തുമ്പോൾ യു ഹാവ് ടു ബി ലൈക്ക്, ഈ കല്ലെറിയാൻ വരുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യണം, അവരെന്തിനാ കല്ലെറിയുന്നേ എന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കി ആ പരിപാടി നിർത്തണം. ഇല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, സംതിങ്, റൈറ്റ്? ആൻഡ് ഓൾസോ ഐ തിങ്ക് വൺ ഇഷ്യൂ ഇസ് പെൺകുട്ടികൾ കുഞ്ഞിലെ തൊട്ടേ കോൺസിക്വൻസസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് അവർക്കറിയാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് പറ്റും, അയ്യോ അവിടെ പോയില്ല അത് പ്രശ്നം, അവിടെ ചെയ്യില്ല ഇത് പ്രശ്നം, അങ്ങനെ ഇത് വലിയ വലിയ കാര്യങ്ങളല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോൺസിക്വൻസസ് പഠിക്കും. ഒബ്വിയസ്ലി ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നല്ല, പക്ഷെ ദേ ആർ നോട്ട് എക്സ്പീരിയൻസിങ് ദ സെയിം തിങ്. അവരിങ്ങനെ എപ്പോഴും ഒരു 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 പേഴ്സണൽ വൾണറബിലിറ്റിയിൽ കൂടുതലല്ല എല്ലാം കാണുന്നത്. അവർ കുറച്ചുകൂടെ കെയർ ഫ്രീ ആണ്, അവർ വളരുമ്പോഴേ കുറച്ചുകൂടെ കെയർ ഫ്രീ ആണ്. നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ കുട്ടികളെ തൊട്ടേ യു ആർ ലൈക്ക് യു നോ ടീച്ചിങ് ദം കെയർഫുൾ ആവണം എന്ന്. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഐ വോണ്ട് ടു സേ അബൌട്ട് ദിസ് ഇസ് ഭയങ്കര ഹൈ ടെൻഷൻ എൻവയൺമെന്റിൽ വെൻ ഇൻഫർമേഷൻ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, അങ്ങനെയുള്ള സമയത്തും നമ്മൾ ഈ വിജിലൻസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ സെൻസ്, ഒരു ക്രൗഡഡ് ബസ് ഇമാജിൻ ചെയ്യൂ, പെട്ടെന്ന് പുറകിൽ നിന്നൊരു ആൺ വന്ന് നമ്മുടെ ദേഹത്തേക്ക് കയറി പിടിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബസ്സാണ് ഉന്തും തള്ളും ഉണ്ടായി ആരോ പിടിച്ചതാണ്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ അറിഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നൗ ഇമാജിൻ നിങ്ങൾ ടേൺ ചെയ്തു, അപ്പം അയാൾ അയ്യോ സോറി എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് പോസിബിൾ അയാൾ ജെന്യൂൻലി അറിഞ്ഞില്ല, അയാൾ അറിയാതെ വീഴാൻ പോയതാണ്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ അയാൾ പഠിച്ച കള്ളനാണ്, അയാൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, പക്ഷെ അയാൾ സോറി പറഞ്ഞു. ഹൗ ഡു യു റിയാക്ട്? You don't know the truth, but you are supposed to take a call over there, right? You're supposed to take a call over there. You can just be like, oh, അത് ഹാംലെസ് ആയിരിക്കൂല്ലേ, അത് ഹാംലെസ് ആണെന്ന് വിചാരിച്ചത് വിട്ടോട്ടെ. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ? നമ്മൾ അന്ന് രാത്രി അറ്റ്ലീസ്റ്റ് കിടക്കുമ്പോൾ ആലോചിക്കും, അത് ശരിക്കും സംഭവിച്ചതായിരിക്കോ അതോ അയാൾ കയറി പിടിച്ചത്, ഐ മീൻ അയാൾ ശരിക്കും കയറി പിടിച്ചതാണോ അതോ ബസ്. ദിസ് ഇസ് ദ പ്രോബ്ലം. ഇത് നമ്മുടെ മേലെയാണ്. നമ്മൾ കയറി ഒന്ന് റിയാക്ട് ചെയ്തു, താൻ എന്തിനാണോ പിടിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ അയാൾ പറയാ, ഞാൻ അറിയാതെ പിടിച്ചതല്ല, ഇത് ബസ്സല്ലേ, ഒന്നും തള്ളും ഉണ്ടാവും, ചിലപ്പോൾ പിടിച്ചെന്നൊക്കെ വരും എന്ന് പറയുമ്പോൾ അത് ഏറ്റു വിളിക്കാൻ വേറെ കുറെ ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ് ഇസ് ജസ്റ്റ് സോ സാഡ് ദ ഹോൾ സിറ്റുവേഷൻ. ഇതൊരു ബേർഡൻ ആണ്, ആൻഡ് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയ ബേർഡൻ ആണ്. ഐ മീൻ ദ സെൻസ് ഇത് ബേർഡൻ ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയ ബേർഡൻ ആണ്. But that does not make it fair. We have been holding it for too long. So it is time, I think, that we share the burden with men, right? ഇത്രയും നാൾ ആ പെണ്ണുങ്ങൾക്ക് അഡ്വൈസ് കൊടുത്തു, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ ഇനി അഡ്വൈസിന്റെ കാര്യമില്ല, right? We are just focusing on the wrong group. We have to now shift our focus to the other group, right? So the responsibility again lies with the group who is choosing to commit the crime. Appo we as a society have to direct our efforts to ensure that the crime doesn't happen. അല്ലാതെ പെണ്ണുങ്ങൾ എങ്ങനെ just miss escape എന്നല്ലാതെ why we not focusing, നമ്മൾ ഇത്ര എഫേർട്ട് പെണ്ണുങ്ങളെ അഡ്വൈസ് കൊടുക്കുന്ന ആ എനർജി, why can't we direct it to the group who is causing it? Now ഇത് ഈ പ്രശ്നം എന്താണെന്നറിയോ, ഇത് കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വരുന്നത് നോട്ട് ഓൾ മെൻ, ട്രൂ, ബട്ട് ഹൗ ഡു വി നോ? എനിക്ക് നിങ്ങളെ അറിയാത്ത സാഹചര്യത്തിൽ യു ആർ വൺ ഓഫ് ദ മെൻ, ആൻഡ് മെൻ ആർ ദ വൺസ് ഹു ആർ കമ്മിറ്റിംഗ് ദീസ് ക്രൈംസ്, റൈറ്റ്? ആൻഡ് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, നിങ്ങളൊരാണാണെങ്കിൽ നിങ്ങളുടെ എതിരെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ
ആണാണോ പെണ്ണിനാണോ കൂടുതൽ ചാൻസസ്? അവിടെയും ചാൻസസ് ആർ വേറൊരാണായിരിക്കും നിങ്ങളുടെ എതിരെ ഒരു crime commit ചെയ്യുന്നത്. Correct? So, and that is true. Men are disproportionately represented in this area. Crime, whether it is gang violence, whether it is homicide, assault, sexual violence, ഇതിലൊക്കെ ആണുങ്ങളാണ് കൂടുതലുള്ളത്. So I think maybe it is time we start focusing on this. So it is not just the പെണ്ണുങ്ങൾ affect ചെയ്യപ്പെടുന്ന crimes, any crime for that matter, right? So, and that is true in all the other cases. നമ്മൾ വേറെ ഏത് പ്രശ്നം എടുത്താലും നമുക്കൊരു പ്രശ്നം, നമുക്ക് ഒരു particular issue നമുക്ക് വേണ്ടെങ്കിൽ we focus on the source. Like for example, public health. We will be looking at the source of the disease. അത് എവിടുന്നാ വരുന്നേ? For example, ഒരു വർക്ക് പ്ലേസ്, അവിടെ എന്തോ ഫാക്ടറി പോലത്തെ വർക്ക് പ്ലേസ്, അവിടെ വെള്ളം ഉണ്ട്, ആൾക്കാർ സ്ലിപ്പ് ചെയ്ത് വീഴുന്നു സംതിങ്. We will again look at the source of it. We don't want the വെള്ളം to be there. It's not like, oh, വെള്ളം ഉണ്ടാവും, സൂക്ഷിച്ചു നടക്കുക എന്നായിരിക്കില്ലല്ലോ the end of the ഇത്. Obviously നമ്മൾ സൂക്ഷിക്കണം, പക്ഷേ ആ വെള്ളം അവിടെ വരാതിരിക്കണം. ആൾക്കാർ നടക്കുന്ന സ്ഥലത്ത് വെള്ളം വീണാൽ അവരെ തെന്നിയടിച്ച് വീഴും, റൈറ്റ്? സോ പൊല്യൂഷനെ പറ്റി നമ്മൾ എന്താ പറയാ? ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ പൊല്യൂഷൻ വരുന്നു, ഫാക്ടറീസ് റിലീസിങ് സ്മോക്ക്, നമ്മൾ മാസ്ക് വെക്കണം, ഓക്കെ ഗുഡ്. But at the same time, we have to take efforts so that this such, treat ചെയ്യപ്പെടാത്ത waste is not discarded into the environment. അല്ലേ? ബാക്കി എല്ലായിടത്തും ഇത് ഓക്കെ, പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രം എന്താ ഇത് ഓക്കെ അല്ലാത്തെ? Correct? So, again, I feel compelled to tell this. I don't ideally want to. It's not like, obviously, എല്ലാ മാനും is not responsible for violence. എല്ലാ മാനും is not responsible for harassment. Correct? It is true. ഇതെനിക്ക് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് അത് പറയുമ്പോൾ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് അൺനെസസറി. ഒബ്വിയസ്ലി എല്ലാ ആണുങ്ങളും ആർ നോട്ട് ബാഡ്. അത് അണ്ടർസ്റ്റുഡ് അല്ലേ? കറക്റ്റ്? അത് സച്ച് എ നോർമൽ തിങ്. നമ്മൾ എന്തിനാ അത് പറയുന്നേ? ബട്ട് വി ഓൾസോ നോ ഇത്രയും റേപ്പ് കേസസ്, ഇത്രയും ഗാങ് റേപ്പ് കേസസ്, ഇതിലൊക്കെ ആണുങ്ങൾ തന്നെ ആയിരുന്നില്ലേ? അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആണുങ്ങളെ അല്ലേ? നമ്മൾ അതിനകത്ത് ബാഡ് ആണുങ്ങളെ മാത്രം എടുത്ത് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഹൗ ഡസ് ദാറ്റ് ഈവൻ മേക്ക് സെൻസ്? If നമ്മൾ എല്ലാ പെൺകുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്യാമെങ്കിൽ why can't we train all the boys? Correct? So my point is, the last point is, ഈ ഒരു context where we are holding men accountable, and we have to tell it to the men that if your group is creating the problem, somehow you also have to step in. പോലെ വരുമ്പോൾ വേറൊരു പ്രശ്നമാണ് what I think is called infantilization of men, in the sense, മറ്റേ ആള് പറഞ്ഞ പരിപാടി നിസ്സഹായാവസ്ഥ. ബാക്കി എല്ലാ വലിയ വലിയ പരിപാടിക്കും കമ്പനീസ് റൺ ചെയ്യുന്നതാണെങ്കിലും, the games, athletes, മൂവി ആക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഓഫീസിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുക, ബാങ്ക്സ്, റിസർവ് ബാങ്ക് ഗവർണർ, എല്ലാത്തിനും ആണുങ്ങൾ പറ്റും. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം പറ്റില്ല. ജസ്റ്റ് ഇമ്പോസിബിൾ. അങ്ങനെ അല്ല, ദാറ്റ് ഈസ് എൻ എക്സ്ക്യൂസ്. അങ്ങനെ പറയുന്നത് സച്ച് എൻ എക്സ്ക്യൂസ്. ആൻഡ് ആസ് എ മാൻ യു ഷുഡ് ബി അഷെയിംഡ്. അത് അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ യു ഷുഡ് ബി ലൈക്ക്, എന്ത് തോന്നിവാസാണ്, എന്ത് മണ്ടത്തരാണ് താൻ പറയുന്നത്. ഇത് അങ്ങനെ അല്ല. ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ബിഹേവിയർ. ഒബ്വിയസ്ലി ഇമ്പൾസസ് അല്ലെങ്കിൽ ഏർജസ്, ഡിസയേഴ്സ് വരും. ആൻഡ് ഇഷ്ടം പോലെ ഡിസയേഴ്സ് ആൻഡ് ഏർജസ് വരും. ഇതൊന്നും നമ്മൾ ആക്ട് ചെയ്യാറില്ല. ഹ്യൂമൻ ബീങ്സ്, ഒരാളുടെ കയ്യിൽ നല്ലൊരു വാച്ച് ഇരിക്കുന്ന കണ്ടു, ഭയങ്കര നല്ല രസം, അയ്യോ എനിക്കത് വേണം, നമ്മളത് മോഷ്ടിക്കോ? ഇല്ല. ഒരാൾ എന്തോ ചെയ്യുന്ന കണ്ടു, നമ്മുടെ ടീച്ചർ നമ്മളോട് നല്ല തെറി വിളിച്ചു, നമ്മൾ ടീച്ചറിനെ തിരിച്ച് തല്ലുവോ? എവിടെയെങ്കിലൊക്കെ തല്ലുമായിരിക്കും. മൈ പോയിന്റ്, ടീച്ചർ നമ്മളെ തെറി വിളിച്ചു, നമ്മളെ ഫോൾസ്ലി അക്യൂസ് ചെയ്തു, നമ്മളല്ല പെൻ മോഷ്ടിച്ചത്, പക്ഷെ നമ്മളെ അക്യൂസ് ചെയ്തു, നമ്മൾ ടീച്ചറിനെ അടിക്കോ? ഇല്ല. ഹ്യൂമൻ ബീങ്സ്, ഒരു ഹ്യൂമൻ ബീങ് ഉള്ളതിന്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ ആണ് യു ആർ ഏബിൾ ടു റെഗുലേറ്റ് യുവർ ബിഹേവിയർ, റൈറ്റ്? ഈ ആങ്കർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, അവരെല്ലായിടത്തും ആങ്കർ, മോസ്റ്റ് ഓഫ് ദം അറ്റ്ലീസ്റ്റ്, എല്ലായിടത്തും ആങ്കർ കാണിക്കില്ല. ആങ്കർ കാണിച്ചാലും ഐ ക്യാൻ ഗെറ്റ് അവേ വിത്ത് ഇറ്റ് എന്ന ആൾക്കാരുടെ അടുത്തേ അവർ ആങ്കർ കാണിക്കാറുള്ളൂ. സോ അതുപോലെ ഇത് സെയിം, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ആണുങ്ങൾ കനോട്ട് ബി റാഷണൽ, ആണുങ്ങൾ കനോട്ട് എക്സസൈസ് ദെയർ ജഡ്ജ്മെന്റ്, ആണുങ്ങൾ കനോട്ട് റെഗുലേറ്റ് ദെയർ ബിഹേവിയർ. ഇതൊന്നും അല്ല. ആൻഡ് വേറൊരാള് വന്നിരുന്ന് ഇങ്ങനെ ആണുങ്ങളെ പറ്റി പറയുമ്പം ഐ തിങ്ക് ആണുങ്ങൾ ഷുഡ് ഗെറ്റ് ഒഫെൻഡഡ് ബൈ ദാറ്റ്.
ബിക്കോസ് യു ആർ സെയിങ് ഓ ആണുങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇത്രയേ ഉള്ളൂ, വളരെ ലോ സ്റ്റാൻഡേർഡാ, ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് ചിരിച്ചു കാണിച്ച അപ്പം പോവും കൺട്രോൾ. വാട്ട് നോൺസെൻസ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാള് ആണുങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പം ഐ തിങ്ക് പെണ്ണുങ്ങൾ വന്ന് ഈ ഫെമിനിസ്റ്റുകൾ വന്ന് ആണുങ്ങളെ ഇങ്ങനെ പറയല്ലെന്ന് പറയുന്നത് കാരണം ഓൾ ദി ആണുങ്ങൾ ഷുഡ് ജസ്റ്റ് ബി സോ അപ്സെറ്റ്, റൈറ്റ്? ഭയങ്കര കോണ്ടസെൻഡിങ് ആണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയ, റൈറ്റ്? ആണുങ്ങൾക്ക് ഡിസ്കംഫർട്ട് മനസ്സിലാവില്ല, ആണുങ്ങൾക്ക് ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ബയോളജിക്കലി പുവർ ജഡ്ജ്മെന്റ് ആണ് എന്നൊക്കെ പറയുന്നത് എന്ത് റോങ് ആയ കാര്യമാണ്. സോ അങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് അൺഫെയർ ടു വിമൻ, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി അൺഫെയർ ടു മെൻ ഓൾസോ, കറക്റ്റ്? സോ ദാറ്റ്സ് എ വെരി 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 സാഡ് കോൺസെപ്റ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻഡ് ഓഫ് ദി ഡേ ഇതൊന്നും അല്ല കാര്യം. ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പെണ്ണിനെ കയറി പിടിക്കില്ല, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയക്കാരിയുടെ മോളാണെങ്കിൽ കയറി പിടിക്കില്ല. സോ ഇറ്റ് ഈസ് അഗൈൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് അബൌട്ട് പവർ. ഇറ്റ് ഈസ് അബൌട്ട് എവിടെ എനിക്ക് ചെയ്ത് എനിക്ക് ഐ ക്യാൻ വാക്ക് അവേ ഫ്രീലി ആൻഡ് വെയർ ഐ ക്യാൻ നോട്ട് ഡു ഇറ്റ്, റൈറ്റ്? സോ നമ്മൾ ഇത്രയും നാള് പെണ്ണുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് there are 10 things I think now men should be taught. Okay? 10 ചെറിയ കാര്യങ്ങൾ, and with that I'm done. The first thing that I want men to be taught is that you are responsible for the effect you have on a space. അതായത് നിങ്ങളുടെ ഉദ്ദേശം ക്ലിയർ ആയിരിക്കും, ഒരു ഗുഡ് ഇന്റൻഷൻ, ഒരു പ്രശ്നവുമില്ല, പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എഫക്റ്റ് വേറൊരു രീതിയിലാണെങ്കിൽ അത് യു ആർ റെസ്പോൺസിബിൾ ഇൻ ദ സെൻസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, ഫോർ എക്സാമ്പിൾ, ഓക്കെ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയല്ലേ, പുറകിൽ നിന്ന് ആരോ പുഷ് ചെയ്തു, നിങ്ങൾ പോയി ഇടിച്ചൊരു പെണ്ണിനെ ഇടിച്ചു, അപ്പൊ നിങ്ങൾ പെണ്ണിനെ ഇടിച്ചു അല്ലെങ്കിൽ പെണ്ണിന്റെ ദേഹത്ത് വീണോ സംതിങ്, അപ്പൊ നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, യുവർ ഇന്റൻഷൻ വാസ് ക്ലിയർ. അപ്പൊ പെണ്ണ് തിരിച്ചു വന്നത് എന്താ പണിയാണോ കാണിച്ചേ, ഇവിടെ നിൽക്കുന്ന കണ്ടൂടെ എന്ന് ചോദിക്കുമ്പം ഐ ഡോണ്ട് തിങ്ക് യുവർ റെസ്പോൺസ് ഷുഡ് ബി ആ ബസ് ആണെങ്കിൽ ഇടിച്ചൊന്നും മുട്ടിക്കുന്നൊക്കെ വരും, അല്ലെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കും എന്നല്ല പറയണ്ട. ഐ തിങ്ക് ബിക്കോസ് നിങ്ങളുടെ ഇന്റൻഷൻ ക്ലിയർ ആണ്, ഗോട്ട് ഇറ്റ്. പക്ഷേ what was the effect? You did fall on her, and as such പെണ്ണുങ്ങൾ face all these public spaces to be a very difficult place to navigate. അപ്പം as such ആ കുട്ടി പേടിക്കുന്നതിലും ദേഷ്യപ്പെടുന്നതിലും അവിടെ ഒരു തെറ്റില്ല. ആൻഡ് ഐ എം നോട്ട് സെയിങ് ആരെന്ത് പറഞ്ഞാലും അയ്യോ ഓക്കെ എന്നെ ക്രൂശിക്കൂ എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ കുട്ടി പേടിക്കുന്നതിലും തിരിച്ച് ഒച്ച വെക്കുന്നതിലും ഇറ്റ് മേക്സ് സെൻസ്. You didn't do it, you have to make it clear, you have to speak up, പക്ഷേ you have to understand that you are responsible for the effect. Your intentions are clear, great, പക്ഷെ എന്നാലും എഫക്റ്റ് മാറിപ്പോയി. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, പെണ്ണുങ്ങൾ എന്തായാലും 24 മണിക്കൂർ റിസ്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ റിസ്ക് ഇവിടെ റിസ്ക് അവിടെ റിസ്ക്. അപ്പം അതേപോലെ ആണുങ്ങൾ ഷുഡ് സ്റ്റാർട്ട് അസസിങ് ഇമ്പാക്ട്. മുമ്പേ പറഞ്ഞതിന്റെ സെക്കൻഡ് കണ്ടിന്യൂഷൻ പോലാണ്. ബിക്കോസ് പെണ്ണുങ്ങൾ എപ്പോഴും അവിടെ പോയ ഇതാണ് ഇവിടെ പോയ അതാണ്, ആ ഡ്രസ്സ് ഈ ഡ്രസ്സ്, ആ വഴി, റോഡ്, ഊബർ, പബ്ലിക് ബസ് ഇങ്ങനെ ആലോചിക്കൊണ്ടിരിക്കുമ്പം മേ ബി ആണുങ്ങൾ ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ് ദാറ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്താൽ, ഞാൻ ഓക്കെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഈ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവളോട് സംസാരിക്കണമെന്ന്, അപ്പം ഞാനൊന്ന് അവളോട് പോയി ചോദിക്കാം, ഞാനൊന്ന് ചെന്ന് കുട്ടി ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, 2 ദിവസം കഴിഞ്ഞു ഒന്നോടൊന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് വീടിന്റെ വെളിയിൽ കാത്തു നിന്ന്, എന്നിട്ട് അതിന്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം നിങ്ങൾക്ക് ഹാമിയാണെന്നൊന്നുമില്ല, ഒന്ന് സംസാരിച്ചാൽ മതി. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട് ഇറ്റ് ഈസ് കോസിങ്. യു ആർ സ്റ്റോക്കിംഗ്. സോ നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിലും ഭയങ്കര ക്യൂട്ട് സ്റ്റൈൽ പ്രേമമാണെങ്കിലും the impact അതല്ല. സോ പെണ്ണുങ്ങൾ if they are constantly assessing the risk, then ആണുങ്ങൾ should start constantly assessing the impact. Second rule, right? Okay. Now the third point is we should be active members of a society which shifts the burden from the people who are the ones harmed to the ones who are causing the harm. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം കാര്യം. But the whole point over here is എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും, ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു ബാഡ് അനുഭവം സംഭവിക്കുമ്പം
നീ എന്തിനാ ആ സമയത്ത് പോയ, നീ എന്തിനാ ആ ഡ്രസ്സ് ഇട്ടേ എന്ന് നമ്മൾ ചോദിക്കുന്ന ആ കാര്യം, ആ ബോധം അവർക്ക് ഓൾറെഡി ഉണ്ട്. അത് ചോദിക്കുന്നതിനുപരി ആസ് എ സൊസൈറ്റി വി ഷുഡ് ടേക്ക് വൺ സ്റ്റെപ്പ് അഹെഡ് ആൻഡ് ഗോ ആസ് ടു വൈ വാട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ആർ റിക്വയർഡ്. ഞാൻ എൻ്റെ പെൺകുട്ടീനെ വീട്ടിൽ പഠിപ്പിക്കുന്ന ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ ആൺകുട്ടികളെയും പഠിപ്പിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇൻ ജനറൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചില ആൾക്കാർ ഇപ്പം ഒരു ചെറിയ വഴിയാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്ന റാമ്പ് ഉള്ള സ്ഥലം, ഒരു ചെറിയ റാമ്പ്. ഐ ഹവ് സീൻ മെൻ സ്റ്റാൻഡ് ഇങ്ങനെ ഇങ്ങനെ ലീൻ ചെയ്ത് ഒരു കാലിങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് ഭയങ്കര റിലാക്സ് ചെയ്ത് ഫോണിലൊക്കെ നോക്കി ഒരു ബോധവും ഇല്ലാതെ ഇവിടെ സ്റ്റാൻഡ്, നോട്ട് ഇൻ ബാഡ് വേ, ലൈക്ക് ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് പുള്ളിക്കാരോട് നിൽക്കുക. അപ്പം ഞാൻ നടന്നു വരികയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ ചേട്ടൻ അവിടെ നിൽക്കുന്ന കാണും, ഐ ബി ലൈക്ക് ഓ ഈ ചേട്ടൻ മാറുമോ, അല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല ആ ചേട്ടൻ അവിടെ ഞാൻ വരുന്നത് കാണാത്തോണ്ടാണോ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്, അതോ പുള്ളി ഇസ് ലൈക്ക് ഞാൻ നെഞ്ചും വിരിച്ച് നിൽക്കും, ആ പെണ്ണിന് ഇത്ര സ്ഥലമുണ്ട്, അവൾ അതിൽ കൂടെ പൊക്കും. I don't know how you able to understand what I'm trying to say is there are a lot of people who are like that. നമ്മൾ പറയില്ലേ മാൻ സ്പ്രെഡിങ്, ആണുങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ കുറെ സ്ഥലം എടുത്തിട്ടായിരിക്കുക, പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ കുറച്ച് ഒതുങ്ങി, ഇൻ ദ സെൻസ് ആളെ ചെറുതായിട്ട് പബ്ലിക് ബസ്സിലൊക്കെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഒതുങ്ങി, ലൈക്ക് അയ്യോ എന്നെ ആരും കാണില്ലേ എന്ന രീതിയിൽ ഒതുങ്ങിയായിരിക്കുക. ആണുങ്ങളാണെങ്കിൽ ഞാൻ ഇവിടുത്തെ രാജാവ് എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ നോട്ട് അവെയർ ഓഫ് ദ സ്പേസ്, വി ആർ നോട്ട് അവെയർ ഓഫ് ദ സ്മോൾ കാര്യം. നമ്മൾ പെണ്ണുങ്ങളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് പെണ്ണുങ്ങൾ ഓർ ആണുങ്ങൾ അടങ്ങി ഒതുങ്ങി. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ കുറച്ച് ഒതുങ്ങിയിരിക്കുന്നത് നല്ലതാണ്, ബിക്കോസ് മോർ സ്പേസ് ഫോർ എവറി വൺ അല്ലേ. സോ ഞാൻ പറഞ്ഞു വന്നത് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് വി ഷുഡ് ആക്റ്റീവ്ലി day by day, one step after the other, vulnerable population അല്ലാതെ we should start placing the burden on the population who's causing the harm. For example, വേറൊരു കാര്യം ഇപ്പൊ പെട്ടെന്ന് വന്നതാ, ഈ എവിടെയെങ്കിലും ഒരു സെക്ഷൽ അസോൾട്ട് ആണെന്നെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ ന്യൂസ് വരിക, ഗേൾ 16 raped by 4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതായത് ഏത് പെൺകുട്ടി റേപ്പ് ചെയ്തപ്പെട്ടു, അവളുടെ പ്രായം, അവളുടെ ഇത്. മൈ പോയിന്റ് ഇസ് we are just used to it. Why can't it be like Rahul 23 rapes college going girl in Kochi? Why can't we name the rapist? Why can't that be in the either? So it's not like ഒരു പെണ്ണങ്ങ് റേപ്പ് ചെയ്യപ്പെടുകയല്ല, ആരോ ഒരാള് ആക്റ്റീവ്ലി റേപ്പ് ചെയ്യുവാണ്. സോ ഡു യു അണ്ടർസ്റ്റാൻഡ്? ദ തേർഡ് പോയിന്റ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ ദീസ് പോയിന്റ്സ്. ദ ഫോർത്ത് പോയിന്റ് ഇസ് കുറെ ആൾക്കാർ വിചാരിക്കും അവരെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് നെഗറ്റീവ്ലി ആണ്. ഓ ഞാനൊരു സ്റ്റോക്കർ അല്ല, ഞാനൊരു റേപ്പിസ്റ്റ് അല്ല, ഞാനൊരു റൂഡ് പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഞാനൊരു അങ്ങനെയാണ്, ഞാനൊരു അങ്ങനത്തെ ബോയ് അല്ല, ആ ബോയ് അവിടെ വീട്ടിലെ ആൾക്കാരെ അടിക്കല്ലോ, ഉപദ്രവിക്കല്ലോ, ദേഷ്യപ്പെടല്ലോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. That's not enough. You have to actively do things that you can say. ഞാൻ അടിക്കില്ല എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് സംഭവമല്ല, ഞാൻ സ്റ്റോക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് സംഭവമല്ല. Do you understand? Absence of criminal behavior is not making you a good person. You have to actively do something good. Correct? Like എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഉണ്ടാക്കുക, അക്കൗണ്ടബിലിറ്റി എടുക്കുക, എംപതി കാണിക്കുക. You should actively do something good. It's not that bad karyam cheyyunnilla you're good. No, do something good. That's the fourth point. The fifth point is it's very ഞാൻ പറഞ്ഞ എല്ലാം kind of overlaps. It's that ഒരു പെൺകുട്ടിയുടെ പേടി, ഒരു സിറ്റുവേഷനിൽ അവൾ പേടി കാണിക്കുകയാണെങ്കിൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ, അത് കറക്റ്റ് ചെയ്യണം എന്നല്ല. ആ പേടി is very 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 valid in our country or for that matter the world. So that അത് കറക്റ്റ് ആവണ്ട. It is, you should not be like, oh you should not have felt uncomfortable. ഇത് ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, ഞാനൊരു നല്ല മനുഷ്യനാ, റൈറ്റ്? സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് അവളുടെ എക്സ്പീരിയൻസ് ഇസ് നോട്ട് കറക്റ്റ് ബിക്കോസ് ഐ ഡിഡ്ന്റ് മീൻ എനിത്തിങ് ബാഡ്, റൈറ്റ്? അത് യുവർ റിയാക്ഷൻ ഇസ് നോട്ട് ജസ്റ്റിഫൈഡ്, റൈറ്റ്? സോ that's not the point. That fear is valid. That is what she is facing literally everywhere else, right? So that is, you don't have to, obviously now you didn't do anything wrong, that's true, ningal onnum cheyidilla, പക്ഷെ I think a little bit of empathy will work wonders over here. You can be like, I am so sorry,
എനിക്കറിയാം നിങ്ങൾ പേടിച്ചു പോയെന്ന്, ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചല്ല, ഇത് പറ്റി വോട്ട് എവർ ഹാപ്പൻ, റൈറ്റ്? നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോകാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന്. ആൻഡ് ഐ എം ഷുവർ പോലീസ് വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഡീൽ വിത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ദാൻ ലൈക്ക് യുനോ ആൾക്കാർ ഇടപെടുന്നു ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? ഒരു പെൺകുട്ടി ഫിയറിൽ റിയാക്ട് ചെയ്യുമ്പോൾ, ഒരാളുടെ ഫിയർ വുഡ് ബി പേടി, ഒരാളുടെ ഫിയർ ദേഷ്യത്തിലായിരിക്കും, ഒരാളുടെ ഫിയർ വുഡ് ബി ലൈക്ക് അവർക്ക് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. അത് അവിടെ നിന്നിട്ട് അതിനെ പോലീസ് ചെയ്യുന്നതിന് പകരം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ഇസ് സോ അൺഫെയർ ദാറ്റ് ദ ഫോക്കസ് ഷുഡ് നോട്ട് ബി ഓൺ ദ വേ ഷീ റിയാക്റ്റഡ്, ദ വേ ഷീ ഈസ് അഫ്രെയ്ഡ്. we should aim to walk towards ഒരു future where the girl does not have to react like that. Correct? I think special sixth point is that ഇൻഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ഓണസ്റ്റ്ലി എനിക്ക് വളരെ വലിയൊരു ഇഷ്ടമില്ലാത്ത അവർ കുറ്റമൊന്നും ചെയ്യില്ല, അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ അവർ ഇൻഡിഫറെൻ്റ് ആണ്. അതെന്തെങ്കിലും ആയിരിക്കട്ടെ, നമുക്ക് അറിയേണ്ട കാര്യമില്ല. ദ തിങ് ഈസ്, ഒരു പെണ്ണും ഇൻഡിഫറെൻ്റ് അല്ല. പെണ്ണുങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ വെളിയിലിറങ്ങുന്നതും അത് ഇത്. സോ the fact that you're indifferent shows how privileged you are, and I don't think that makes you a good person. If you want to be a good person, you have to be a little into it. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ, ഇപ്പം ഐ വുഡന്റ് ഈവൻ സേ നിങ്ങൾക്ക് സിസ്റ്റർ ഉണ്ടാവണം, അമ്മ ഉണ്ടാവണം, ആരും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ 2 ബ്രദേഴ്സും മാത്രം ഉള്ളെങ്കിൽ പോലും, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ബോയ്സ് ആണെങ്കിൽ പോലും, ഇറ്റ്സ് എൻ അതർ ഹ്യൂമൻ ബീങ്. അങ്ങനെ വിചാരിച്ചാൽ പോരെ? നിങ്ങളുടെ ചുറ്റുമുള്ള പകുതി ഹ്യൂമൻ ബീങ്സിന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അത് എനിക്ക് എന്താ കാര്യം അത് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഗുഡ് തിങ്, നോ? സോ ദാറ്റ് ഇസ് ദ 6th പോയിന്റ്. ദ 7th പോയിന്റ് ഇസ്, ഈ പെണ്ണുങ്ങൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറെ ക്രൈംസ് ഉണ്ടാവാറില്ല. ഓക്കെ, ആ ക്രൈംസ് ഉണ്ടാവാത്തതുകൊണ്ട് ഒരു സിറ്റി ഇത്ര സേഫ് ആണെന്ന് നമ്മൾ പറയുമ്പം ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇൻഹെറന്റ്ലി ബിക്കോസ് ദാറ്റ് സിറ്റി ഈസ് അത്രയും സേഫ്, ഓർ ഇൻഹെറന്റ്ലി ബിക്കോസ് അവിടെ അത്രയും ക്രിമിനൽസ് ജീവിക്കുന്നില്ല. ഇറ്റ് ഇസ് ബിക്കോസ് കുറെ സിറ്റുവേഷൻസ് ആർ അവോയ്ഡഡ് ബൈ വിമൻ ഹു ആർ എക്സസൈസിങ് ദിസ് വിജിലൻസ്. സോ it is a better place for everyone to live because a lot of this mental labor is done by women. So ഇപ്പം ഇങ്ങനെ ഒരു സിറ്റിയിൽ ഇങ്ങനെ കുറെ ക്രൈംസ് ഉണ്ടാവുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു പേടി, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോന്ന്. ആ പേടി നിങ്ങൾക്ക് കുറവായിരിക്കുന്നത് കുറേ പെണ്ണുങ്ങളെ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അവര് എത്രയും അവരെ സേഫ് ആക്കാമോ, ആൻഡ് ഇൻ എ വേ അവരെ തന്നെ സേഫ് ആക്കുമോ, ആ സിറ്റിയും സേഫ് ആവുകയാണ്. സോ I think all of my points are correlating the fact that you really need to understand the world is not a fair place. Obviously ബുക്കിൽ ഈക്വൽ റൈറ്റ്സ് ഒക്കെയാണ്, എല്ലാവരും പറയും പെണ്ണുങ്ങളെ ഫേവർ ചെയ്യുന്നതാണ് ലോ, അതായത്. പക്ഷെ അത് ആ ബുക്സിൽ മാത്രമല്ല, ഇൻ റിയാലിറ്റി അങ്ങനെ അല്ലല്ലോ, റൈറ്റ്? So now my 8th point, very interesting point according to me. 8th point is, പെണ്ണുങ്ങൾക്ക് ഹാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഭയങ്കര പേടിയാണല്ലോ. ദാറ്റ് ഇസ് ട്രൂ. I think men should be taught that fear, that അവരറിയാതെ ആരെയും ഹാം കോസ് ചെയ്യുന്നു. ഇൻ ദ സെൻസ്, എല്ലാ പെണ്ണിനും വെളിയിൽ പോകുമ്പം ആരെങ്കിലും കയറി പിടിക്കുകയോ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ നല്ല പേടി കാണും. I think ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഫിയർ men should have, that will I become a source of harm for someone? കേൾക്കുമ്പോൾ കുറച്ച് റോങ് ആയിട്ട് തോന്നായിരിക്കും, പക്ഷെ മൈ പോയിന്റ് ഇസ് അങ്ങനെ തോന്നണം. ദാറ്റ് ഇഫ് എവറി പേഴ്സൺസ് ദാറ്റ് കെയർഫുൾ, നിങ്ങളുടെ ആണുങ്ങൾ മാത്രം ഇരിക്കുന്ന കോൺവെർസേഷനിൽ ഒരുത്തൻ ഒരു ജോക്ക് പറഞ്ഞു, അപ്പം നമ്മൾ ഇൻഡിഫറെൻ്റ് ആയിട്ടിരുന്ന് എന്തെങ്കിലും പറയട്ടെ, അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല, കുറച്ച് റോങ്ങാ. കുറേ ആണുങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടു. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു കുറേ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ ഒരാളെന്തോ ഒരു ജോക്ക് പറഞ്ഞു, അപ്പം എനിക്ക് അത്ര അറിയാത്ത ഒരാൾ, അപ്പം എന്തോ പറഞ്ഞു, അത് വിട്ടു കഴിയുമ്പോൾ ഞാൻ ബാക്കിയുള്ള എൻ്റെ പിന്നെ കുറച്ചുകൂടെ ക്ലോസ് ആയ ഫ്രണ്ട്സിനോട് ചോദിക്കും, നിങ്ങൾ എന്തോ ഒന്നും പറയാത്ത, അവൻ അത് പറഞ്ഞപ്പോൾ അത് കേട്ടില്ലല്ലോ, അതെന്താ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ എത്രയോ പേര് പറയും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ പറയും, കുറച്ച് റോങ്, എന്ത് ചെയ്യാൻ പറ്റും? മൈ പോയിന്റ് ഇസ്, യു ഷുഡ് മേക്ക് സച്ച് എൻ എൻവയൺമെന്റ് ദാറ്റ് അങ്ങനെ ഒരുത്തന്നെ ഒരു ജോക്ക് പറയില്ല. നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നവനൊരു ജോക്ക് പറയില്ലല്ലോ. ചാൻസസ് ഓഫ് ഇറ്റ് ആർ വെരി ലെസ്, റൈറ്റ്? അതുപോലെ ആയിരിക്കണം ഏത് പെണ്ണിനെ പറ്റിയും അവൻ പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? 9th പോയിന്റ് ഇസ് ജസ്റ്റ് വൺ ലൈൻ. സോഷ്യൽ സ്റ്റേറ്റസ് ക്ലൈംബ് ചെയ്യുമ്പോൾ, അതായത് കൂടുതൽ പവർ, കൂടുതൽ ഇൻഫ്ലുവൻസ് വരുമ്പോൾ, യുവർ റെസ്പോൺസിബിലിറ്റി ഷുഡ് ഇൻക്രീസ് ആസ് എ മാൻ. ഒബ്വിയസ്ലി ദാറ്റ് മേക്സ് സെൻസ്. കേൾക്കുമ്പോൾ കറക്റ്റ് ആണല്ലോ, പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ കാണുക,
എത്ര കൂടുതൽ ഫെയിം ഉണ്ട്, എത്ര കൂടുതൽ പവർ ഉണ്ട്, എത്ര കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ലെസ്, റൈറ്റ്? ആൻഡ് ദ 10th പോയിന്റ് ഇസ്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പോയിന്റ്. ഐ തിങ്ക്, എനിക്കറിയില്ല അതെങ്ങനെ വരുന്നതെന്ന്. പക്ഷേ ദ 10th പോയിന്റ് ഇസ്, you should learn to carry discomfort instead of immediately defending yourself. And defending yourself ഒരു സിറ്റുവേഷനിലല്ല ഞാൻ പറയണേ, പൊതുവെ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. എനിക്ക് എത്ര ആണുങ്ങൾ അറിയാം, എൻ്റെ കൂട്ടുകാരിൽ ഒരൊറ്റ ആൾ പോലും ആരും റേപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു, അപ്പൊ ഈ മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത്? To just carry the discomfort. Yeah, this is a very unfair world towards a lot of vulnerable groups, and in particular in today's context, I mean ഈ ഒരു ടോപ്പിക്കിന്റെ കോണ്ടെക്സ്റ്റിൽ women. So there is a lot of, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ it should make you feel weird, and I think ആ ഡിസ്കംഫർട്ട് മാറ്റി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മാറുമ്പോൾ you're doing a disservice to the society. You should sit with that discomfort. What can I do? And I need not be വെളിയിൽ പോയി പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യുക, അതല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാപ്പൻ ചെയ്യുമ്പം ക്യാൻഡിലും പിടിച്ചോണ്ട് നടക്കുക, അതുമല്ല. To make sure that you as a man, I think you would have so much more impact than any woman. Because നിങ്ങളുടെ ലോക്കർ റൂംസിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളിലോ ഒന്നും പെണ്ണുങ്ങൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റില്ലല്ലോ. So I think you owe it to the society, and you can do a much, much better job than a woman, right? So നമ്മൾ എവിടുന്നോ തുടങ്ങി എവിടൊക്കെയോ എത്തി. പക്ഷെ the whole gist of it was, I saw that video, the reel that Manoj Johnson made, or maybe it was an interviewed clip. Either way, disgusting video, disgusting man, and I know there are so many good men out there, and I think men really need to step up, because ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ പേര് കളയാണ്. ആൻഡ് ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ maybe you should rethink, ഞാനൊരു ബാഡ് പേഴ്സൺ ആണോ എന്ന്. താങ്ക് യു.